നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം അജീഷ് എന്ന യുവാവ് തന്റെ മാതാപിതാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. ലഹരിക്ക് അടിമയായ മകനാണ് ഈ കൊടും ക്രൂര കൊലപാതകം ചെയ്തത്. ഇപ്പോൾ ഇതാ തൃശൂർ പാവറട്ടിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. തൃശൂർ പാവറട്ടിയിൽ മനോരോഗിയായ മകൻ അമ്മയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ചികിത്സയിലായിരുന്നു. മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് അമ്മ. തകരൻ വീട്ടിൽ പരേതനായ ചെറിയാന്റെ ഭാര്യ ഡോളിയാണ് മരിച്ചത്. 70 വയസ്സുകാരിയാണ് മകൻ അതിക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത്. ഇവരുടെ മകൻ ബെൻഹറിനെ വീട്ടിൽ നിന്ന് തന്നെ പാവറട്ടി പോലീസ് പിടികൂടി. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ കൊടും ക്രൂര കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ തോട്ടത്തിൽ ദൈനംദിന ജോലികൾ ചെയ്യുകയായിരുന്നു ഡോളി. ഈ സമയം ബെൻഹർ, അതായത് മകൻ, യാതൊരു പ്രകോപനവുമില്ലാതെ അമ്മയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ആദ്യം കത്തി കൊണ്ട് കഴുത്തറുത്തു, പിന്നീട് വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് തലയിൽ വെട്ടി. വീട്ടിൽ നിന്നും കത്തിയുമായി എത്തിയ ബെൻഹർ തോട്ടത്തിൽ നിൽക്കുകയായിരുന്ന ഡോളിയെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചാണ് കഴുത്തറുത്തത്. പിന്നാലെ അകത്തുപോയി വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്തിട്ട് തലയ്ക്ക് ആഴത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡോളിക്ക് ആദ്യം പാവറട്ടിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 11:30യോടെയാണ് മരണം സംഭവിച്ചത്. ഇവരുടെ പറമ്പിൽ ജോലിക്കായി വന്ന സമീപവാസിയായ അറക്കൽ ഡേവിസ് സംഭവം കണ്ടു. പിന്നാലെ ബെൻഹറിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഇയാളെയും ബെൻഹർ ആക്രമിക്കുകയുണ്ടായി. ആക്രമണത്തിൽ കത്തി കൊണ്ട് ഡേവിസിന്റെ കൈക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളെ ഏവരെ നടുക്കി ഇടുക്കി എഴുകും വയലിൽ മാതാപിതാക്കളെ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പണം നൽകാത്തതിനാലാണ് അത്തരത്തിൽ അതിക്രൂര കൊലപാതകം ചെയ്തത് എന്നാണ് പ്രാഥമിക നിഗമനം. അജീഷ് ലോൺ ആപ്പുകളിൽ നിന്നും വായ്പ എടുത്തിരുന്നു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങും പോലീസ്. മദ്യം ഉൾപ്പെടെയുള്ള ലഹരിക്ക് അജീഷ് അടിമയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾക്ക് മറ്റ് വരുമാന മാർഗം ഇല്ലാതിരുന്നതിനാൽ ഓൺലൈൻ ലോൺ ആപ്പുകളെ ആശ്രയിച്ചിരുന്നു. ലോൺ എടുത്ത തുകയുടെ തിരിച്ചടവ് മുടങ്ങി. പിതാവ് ആന്റണിയോടും അമ്മ വത്സമ്മയോടും ലോൺ തിരിച്ചടയ്ക്കുന്നതിനും ലഹരി വാങ്ങുന്നതിനും ഉൾപ്പെടെ പല തവണയായി അജീഷ് പണം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പണം നൽകാതിരുന്നത് അജീഷിന് മാതാപിതാക്കളോടുള്ള വൈരാഗ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ പണം നൽകാതിരുന്നത് അജീഷിന് മാതാപിതാക്കളുള്ള വൈരാഗ്യത്തിന് കാരണമായി. ഇതും കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നതടക്കമുള്ള സൂചനയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. അജീഷിനെ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ എത്തിച്ചതും മാതാപിതാക്കളോടുള്ള ദേഷ്യത്തിന് കാരണമായി. നിലവിൽ റിമാൻഡിലാണ് പ്രതി. ലഹരിയുടെ കെട്ടുവിട്ട് സ്വബോധത്തിലേക്ക് പ്രതി ഇതുവരെ എത്തിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി ബുധനാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് നെടുങ്കണ്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പ്രതി നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. അച്ഛനെയും അമ്മയും കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി മാസങ്ങൾക്ക് മുൻപ് തന്നെ അജീഷ് വാങ്ങി സൂക്ഷിച്ചു വച്ചിരുന്നു. പാറത്തറയിൽ ആന്റണി 59 വയസ്സ്, ഭാര്യ വത്സമ 55 വയസ്സ് എന്നിവരെയാണ് 26-കാരനായ മകൻ അജീഷ് കൊലപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബന്ധുവിനെ ഇയാൾ അയച്ചു കൊടുത്തു. വെള്ളിയാഴ്ച രാത്രി 9:30യോടെയായിരുന്നു ദാരുണ കൊലപാതകം. അജീഷ് മാതാപിതാക്കളുമായി വഴക്കിടുകയും തുടർന്ന് പ്രകോപിതനായി ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. ശേഷം ദൃശ്യങ്ങൾ ബന്ധുവിന് അയച്ചു കൊടുത്തു. നാട്ടുകാർ എത്തിയപ്പോൾ പ്രതി കത്തിയുമായി അക്രമാസക്തനായി നിൽക്കുകയായിരുന്നു. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രതിയെ കീഴടക്കിയത്. അജീഷിന് കൈക്ക് പരിക്കേറ്റിരുന്നു. ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി. അജീഷ് സ്ഥിരം മദ്യപാനിയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും ഇയാൾ പതിവായിരുന്നു. കടുത്ത മദ്യപാനിയായതിനെ തുടർന്ന് അജീഷിനെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. അജീഷിന്റെ സഹോദരൻ വിദേശത്താണ്.